വെൽക്കം ബാക്ക് ടു ടെക്കിട്രിക്സ്. ഇന്റർനെറ്റ് തുടർ പഠന പരമ്പരയിലെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നെറ്റ്വർക്കിനെ കുറിച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഏതാണ്ട് ഇന്റർനെറ്റിന്റെ പടിക്കലെത്തി നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് ക്ലയന്റ് സെർവർ മോഡൽ. നമ്മളിനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ പലവിധ സെർവറുകളെ കുറിച്ച് പറയും. SMTP സെർവർ, ഡാറ്റ സെർവർ, അതുപോലെ മൾട്ടിമീഡിയ സെർവർ, ആപ്ലിക്കേഷൻ സെർവർ, ഇങ്ങനെ പല രീതിയിലുള്ള സെർവറുകളുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും എന്ന് കരുതുന്നു. ഈ അധ്യായത്തിൽ നമുക്ക് ക്ലയന്റ് സെർവർ മോഡലിനെ കുറിച്ച് അത്യാവശ്യം അടിസ്ഥാന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിനെ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നു. നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾക്കിടയിൽ ആശയവിനിമയം എളുപ്പമാക്കുക അഥവാ പെട്ടെന്നുള്ള പ്രതികരണം സാധ്യമാക്കുക, അവയുടെ സെക്യൂരിറ്റി അഥവാ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതുപോലെ നെറ്റ്വർക്കിൽ പുനഃക്രമീകരണം ആവശ്യമാകുമ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു. നെറ്റ്വർക്കിന്റെ ഏറ്റവും മികച്ചതും കുറ്റമറ്റതുമായ പ്രയോജനങ്ങൾ ലഭ്യമാക്കുന്നതിന് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ സഹായകമാകുന്നു. അഥവാ ഇതെല്ലാം അടങ്ങുന്നതാണ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. പിയർ ടു പിയർ ആർക്കിടെക്ചർ, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എന്നിവയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ രണ്ടു പ്രധാനപ്പെട്ട മോഡലുകൾ. പിയർ ടു പിയർ മോഡലിൽ ഒരു കേന്ദ്രീകൃത സെർവർ ഉണ്ടായിരിക്കില്ല. ആ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും പരസ്പരം ബന്ധപ്പെട്ട അവസ്ഥയിലായിരിക്കും. ശരിക്കും കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ശരിയല്ല, നമ്മളിവിടെ ക്ലയന്റ് എന്നാണ് പറയേണ്ടത്. കാരണം ഇത് എപ്പോഴും കമ്പ്യൂട്ടർ തന്നെ ആവണമെന്നില്ല. മൊബൈൽ ആവാം, അല്ലെങ്കിൽ ടാബ്ലറ്റ് ആവാം, ലാപ്ടോപ്പ് ആവാം എന്ന് മാത്രമല്ല, ഇത്തരം ഡിവൈസുകൾ അല്ലാതെ അത് ചിലപ്പോൾ ആപ്ലിക്കേഷനുകളും ആവാം. അതേക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. ചുരുക്കത്തിൽ പിയർ ടു പിയർ മോഡലിൽ അതിൽ കണക്ട് ചെയ്യപ്പെട്ട ഓരോ ഡിവൈസിനും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് ഒരേ സമയം സെർവറും ക്ലയൻറ്റും ആയി പ്രവർത്തിക്കാൻ സാധിക്കും. എന്താണ് സെർവർ, എന്താണ് ക്ലയൻറ്റ്, അത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇനി കൂടെ ക്ലയൻറ്റ് സെർവർ എന്ന് പറയും. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടേമിൽ റിക്വസ്റ്റ് എന്ന് പറയാം. റിക്വസ്റ്റ് അയക്കുക. നമ്മൾ റിക്വസ്റ്റ് അയക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾ, സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടറിൻ്റെ രീതിയിൽ പറയുമ്പോൾ ഡാറ്റ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഡാറ്റ എന്ന് പറയുമ്പോൾ അത് വെറും ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സോ അല്ല, എല്ലാതരം വിവരങ്ങളും. അത് വീഡിയോസ് ആവാം, ഇതര മൾട്ടിമീഡിയ കണ്ടൻസ് ആവാം, പിക്ചേഴ്സ് ആവാം, ടെക്സ്റ്റ് ആവാം, അതുപോലെ ഡോക്യുമെൻറ്റ്സ് ആവാം. എന്തും നമ്മൾ ഈ നെറ്റിലൂടെ പരസ്പരം പങ്കുവെക്കുന്ന അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന, റിസീവ് ചെയ്യുന്ന ഏത് കാര്യങ്ങളും ആവാം. ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നതിനെയാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന പാർട്ട്, അത് ഞാൻ പറഞ്ഞതുപോലെ പലതരം ഡിവൈസുകളാവാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആവാം. അതാണ് ക്ലയൻറ്റ്. ഇത് സെർവ് ചെയ്യുന്ന പാർട്ട്, അത് മറ്റുള്ള എല്ലാ ക്ലയൻറ്റിനേക്കാളും മികച്ച ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആകാം, അതല്ലെങ്കിൽ ഒരു വെർച്വൽ സെർവർ ആകാം. അതിനെക്കുറിച്ചും നമുക്ക് വഴിയെ പറയാം. എന്തായിരുന്നാലും ഈ സെർവ് ചെയ്യുന്ന എന്തോ അതാണ് സെർവർ. എന്തോ എന്ന് ഞാൻ പറയാൻ ഉള്ള കാരണം, അത് പലപ്പോഴും ഒരു കമ്പ്യൂട്ടർ സെർവർ, അതായത് ഒരു ഫിസിക്കൽ സെർവർ തന്നെ ആവണമെന്നില്ല, അത് വെർച്വൽ സെർവറും ആകാം. എന്താണ് ഫിസിക്കൽ സെർവർ എന്നും എന്താണ് വെർച്വൽ സെർവർ എന്നും നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഈ സെർവ് ചെയ്യുന്ന, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന പാർട്ടാണ് സെർവർ. ഇനി ക്ലയന്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് പാർട്ട് ഉണ്ടായിരിക്കും, അഥവാ ഒരു സിസ്റ്റം. അതൊരു ഫിസിക്കൽ സെർവർ തന്നെ ആവണമെന്നില്ല, വെർച്വൽ സെർവറും ആവാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഒരു ഫിസിക്കൽ ക്ലയന്റ് സെർവർ മോഡൽ ഇതുപോലെയാണ്. ഒരു സെർവർ എല്ലാ കമ്പ്യൂട്ടറുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കും, അഥവാ എല്ലാ ക്ലയൻറ്റുകളും ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ഈ ക്ലയൻറ്റുകൾക്കെല്ലാം ഒരേ സമയം തന്നെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സെർവറിന് ഒരേ സമയം ഒരുപാട് ക്ലയൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. റിക്വസ്റ്റുകൾ സ്വീകരിക്കാനും പ്രതികരിക്കാനും സാധിക്കും. എന്നാൽ ഒരു ക്ലയൻറ്റിന് ഒരു സമയം ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഫിസിക്കൽ ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഫിസിക്കലി ഒരു പ്രധാന സെർവർ കമ്പ്യൂട്ടർ, ബാക്കി വർക്ക് സ്റ്റേഷനുകൾ,
ഈ കാണുന്ന ക്ലയൻറ്റ് എന്ന് കാണിക്കുന്നതെല്ലാം വർക്ക് സ്റ്റേഷനുകളാണ്. മിഡിലായിട്ട് ഒരു പ്രധാന സെർവർ കമ്പ്യൂട്ടർ കാണാം. ഇത് ഇങ്ങനെ മിഡിലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സർക്കിളായിട്ട്, അതല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സെർവർ എന്ന് പറയുമ്പോൾ ഇത് എല്ലാത്തിൻ്റെയും നടുക്കാവണം എന്നൊന്നുമില്ല കേട്ടോ. നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലായാൽ മതി. അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പം ഏതായിരുന്നാലും ഇങ്ങനെ ഈ ക്ലയൻറ്റ് സെർവർ മോഡൽ ഇതിൻ്റെ ഒരു ഫിസിക്കൽ പാർട്ടാണെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഇത് ഫിസിക്കൽ പാർട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻറ്റ് സെർവർ മോഡലിൽ അഥവാ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ ഇതുപോലുള്ള ഒരു ഫിസിക്കൽ സെർവറിനെയല്ല സെർവർ എന്ന് കണക്കാക്കുന്നത്. അപ്പം ഈ ഒരു സെർവറിൽ തന്നെ നമുക്ക് 5, 6, 8 അല്ലെങ്കിൽ പല രീതിയിലുള്ള സെർവറുകൾ വെർച്വലി ഇൻസ്റ്റാൾ ചെയ്യാം, വെർച്വലി കോൺഫിഗർ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് മെയിൽ അയക്കണമെങ്കിൽ SMTP സെർവർ വേണം. ഇൻ്റർനെറ്റ് ആയിട്ട് സംവദിക്കാൻ അഥവാ വെബ് ബ്രൗസിങ് ഒക്കെ കാര്യങ്ങൾ സാധ്യമാക്കുന്നത് HTTP സെർവറാണ്. അതുപോലെ മൾട്ടിമീഡിയ സെർവർ, ഡാറ്റാബേസ് സെർവർ, ആപ്ലിക്കേഷൻ സെർവർ, ഇങ്ങനെ പല രീതിയിലുള്ള സെർവറുകളുണ്ട്. DNS സെർവർ, ഇങ്ങനെ പല രീതിയിലുള്ള സെർവറുകളുണ്ട്. ഈ സെർവറുകളെല്ലാം വെർച്വലി ഒരേ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഫിസിക്കലി ഒരു സെർവർ ആണെങ്കിലും ഇതിനകത്ത് വെർച്വലി കൂടുതൽ സെർവറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു കമ്പ്യൂട്ടർ സെർവർ അല്ല, മറിച്ച് സെർവർ ആപ്ലിക്കേഷൻ. ഈ സെർവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ആ മെഷീൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല അത് സെർവർ ആകുന്നത്. അതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് ശരിക്കും അതിലുള്ള സെർവറായിട്ട് ക്ലയൻറ്റ് സെർവർ മോഡലിൽ നമ്മൾ പരിഗണിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക. കാരണം ഈ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അല്ലാതെ മെഷീനിൻ്റെ കപ്പാസിറ്റി അല്ല. അതുകൊണ്ട് മാത്രം ഒരു ക്ലയൻറ്റ് സെർവർ ഫങ്ഷൻ ചെയ്യില്ല. അതിനനുയോജ്യമായ സോഫ്റ്റ്വെയർ കൂടി അഥവാ ആപ്ലിക്കേഷൻ കൂടി അടങ്ങിയിരിക്കണം. അതുകൊണ്ട് തന്നെ പല സെർവറുകളും ജസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് അഥവാ അതിൻ്റെ സോഫ്റ്റ്വെയറുകളാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കുറച്ചുകൂടി വ്യക്തമായൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിൽ ഒരു ക്ലയൻറ്റ് ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നു അഥവാ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത് അഥവാ ഈ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് HTTP സെർവറാണ്. ഈ ഒരു ക്ലയൻറ്റ് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് SMTP സെർവറാണ്. മറ്റൊരു ക്ലയൻറ്റ് ഒരു പാട്ട് കേൾക്കുകയാണ്. ആ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് മൾട്ടിമീഡിയ സെർവറാണ്. മറ്റൊരു ക്ലയൻറ്റ് ഒരു പ്രോഡക്റ്റ് പരിശോധിക്കുകയാണ് അഥവാ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ കാറ്റലോഗ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു ഡാറ്റാബേസ് സെർവറായിരിക്കും. ഇനി മറ്റൊരു ക്ലയൻറ്റ് ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചുരുങ്ങിയത് 2 സെർവർ ഒരേ സമയത്ത് പ്രവർത്തിക്കും. ഒന്ന് HTTP സെർവർ, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള വെബ്സൈറ്റ് റൺ ചെയ്യുന്ന HTTP സെർവർ. അതേസമയത്ത് ഈ യൂസർ ഇൻഫർമേഷൻ കിടക്കുന്നത് ഒരു പക്ഷേ ഡാറ്റാബേസ് സെർവറിലായിരിക്കും. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് 2 സെർവറും ഒരേ സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഓതൻറ്റിക്കേഷനിൽ വേറെ വല്ല കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ വേറെ ചില സെർവറുകൾ കൂടി ഫങ്ഷൻ ചെയ്തേക്കാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സെർവറുകളിൽ നിന്നായിരിക്കും ഓരോ ക്ലയൻറ്റിനും റെസ്പോൺസ് കിട്ടുന്നത് അഥവാ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് സെർവ് ചെയ്യുന്നത്. എന്നാൽ ഈ സെർവറുകളെല്ലാം തന്നെ ഈ ഒരു സെർവർ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കാം അഥവാ അങ്ങനെ ചെയ്യാം. ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അത്രയേ ആവശ്യമുള്ളൂ. ഇതൊരു ഫിസിക്കൽ കമ്പ്യൂട്ടർ സെർവറാണ്, എന്നാൽ അതിനകത്ത് വെർച്വലി കുറേ സെർവറുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി ഇതിനൊക്കെ പുറമെ ഈ കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഫിസിക്കൽ മെഷീൻ കൂടാതെ അതിനകത്ത് ഒരു സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ സെർവറുകളെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഫിസിക്കലി ഈ സെർവർ കമ്പ്യൂട്ടർ. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിനെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ ആയി കാണും എന്ന് വിചാരിക്കുന്നു. അത്രയേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇതിൽ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. 1 ടയർ, 2 ടയർ, 3 ടയർ ആർക്കിടെക്ചർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഡീപ്പായിട്ട് ഉണ്ട് ഈ ക്ലയൻറ്റ് സെർവർ മോഡലിങ്ങിൽ തന്നെ. അത് നമ്മൾക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇൻ്റർനെറ്റായിട്ട് പരിചയപ്പെട്ടു പോകാൻ, അല്ലെങ്കിൽ ഇനി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് സെർവറുകളെ കുറിച്ച് പറയും.
അപ്പോഴൊക്കെ നമുക്ക് ഇത് വിശദീകരിക്കേണ്ട ആവശ്യം വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇതിനു വേണ്ടി നീക്കി വെച്ച് ഇതിൽ ചെയ്തത്. ഇനി ആ വക കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അധ്യായം ഒന്നുകൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തത വരുത്താൻ ഇത് ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ, അപ്പോൾ ക്ലയൻറ്റ് സെർവർ മോഡലിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിലേക്ക് പോകേണ്ടതുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിലാകാം. ഇപ്പം നമുക്ക് ചെറിയൊരു ബ്രേക്ക് വേണം. ഈ വീഡിയോസ് ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് അത് കൂടുതൽ സൗകര്യപ്രദമാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് ചെയ്താൽ അതിൻ്റെ ഫയൽ സൈസും അതിനനുസരിച്ച് കൂടും. അതുപോലെ വീഡിയോ ക്വാളിറ്റി, ഇതിലേറൊക്കെ ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഫയൽ സൈസ് കൂടും, വീഡിയോയുടെ ഫയൽ സൈസ് കൂടും. അപ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.